ഹായ്, ദുബായിലുള്ളവർ ഫുഡിനായിട്ടൊരു വെറൈറ്റി സ്പോട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഫുജൈറ ദിബ ഭാഗത്ത് മലമുകളിൽ ഒരടിപൊളി ഒരു ഹോട്ടലുണ്ട്. അതിലെ വെറും ഫുഡിൻ്റെ ഒരു റിവ്യൂ പറയാനല്ല കേട്ടോ, ഭയങ്കര എക്സ്പെൻസാണ് അവിടുത്തെ ഫുഡിന്. വെള്ളത്തിന് വരെ ഭയങ്കര വിലയാണ്. ഫുഡിൻ്റെ ഒരു കാര്യമല്ല അവിടെ, പക്ഷേ മൊത്തമായിട്ട് അടിപൊളിയാണ്. നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് മുകളിൽ നിന്നൊക്കെ താഴോട്ട് നോക്കുന്ന മാതിരി ഫീലില്ലേ, ലൈറ്റും കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ ഒരു ഭയങ്കര ഹൈറ്റിലുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയാൽ ഭയങ്കരമായി നല്ല വ്യൂ ആണ്. ഒരു ഉള്ളിൽ കണ്ടില്ലേ, ഉള്ളിൽ ഭയങ്കര ഒരു അടിപൊളി ഭയങ്കര ഒരു ഫീലാണല്ലേ. ഇവിടെയൊക്കെ ഇങ്ങനെയാണ് നമ്മൾ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ എത്രത്തോളം അത് ഭംഗിയൊക്കെ കാണും, പക്ഷേ എന്നാൽ നമ്മൾ സ്വയം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് വേറെ തന്നെ ആണല്ലോ. എത്ര വീഡിയോസിൽ കണ്ടാലും ഫോട്ടോസ് കണ്ടാലും ആ ഒരു ഫീലും നമ്മൾ പോയി അനുഭവിക്കുന്ന ഫീലും രണ്ടും നന്നായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് പുറത്തേക്കൊക്കെ നമ്മൾ താഴത്ത് കണ്ടില്ല, ഇതിവിടെ ഇങ്ങനെ ഏസിൻ്റെ ഇതുകൊണ്ടേ ഒന്നും കാണുന്നില്ല പുറത്തേക്കാണ്. അപ്പോൾ ഭയങ്കര വാതിൽ തുറന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പുറത്തേക്കൊക്കെ അങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഹൈറ്റിൽ നിന്ന് ഭയങ്കര ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ നോക്കുന്ന മാതിരി അങ്ങനെ തന്നെ ഒരു ഭയങ്കര ഫീൽ. എനിക്ക് പറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കി തരണമെന്ന് എനിക്കത് അറിയില്ല. നിങ്ങൾ തന്നെ ഒന്ന് പോയി നോക്കുക കേട്ടോ. ഇതവിടെയുള്ള ചെറിയ ചെറിയ സ്നാക്സൊക്കെയാണ്, കേക്ക് അങ്ങനത്തെ എന്തൊക്കെയൊക്കെയാണ്. നമ്മളെന്തൊക്കെയൊക്കെ ഓർഡർ ചെയ്യിക്കുകയാണ്. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഒന്ന് കാണിച്ചിട്ടോ നിങ്ങൾക്ക്. അപ്പോൾ മനസ്സിലാവും, വീഡിയോയിൽ കാണുമ്പോൾ തന്നെ എത്ര ഭംഗിയുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നേരിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് പോയി നോക്കാം. അടിപൊളിയാണ്. ഒരുപാട് അറബികളാട്ടോ ഇവിടെ ഉണ്ടാവില്ല. നമ്മൾ പോയപ്പോൾ ഒരുപാട് ആൾക്കാരും കഴിഞ്ഞ് പോയിണ് ഇവിടുന്ന്. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് അങ്ങോട്ട് എത്തിയത്. നമ്മൾ പോയപ്പോൾ അവിടെ അധികം ആരുമില്ല, കുറച്ച് ടീമൊക്കെ ഉണ്ടായിരുന്നു. ഫ്രണ്ട്സിലായിട്ടൊക്കെ വന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അല്ലാതെ ഭയങ്കര റഷായിട്ടൊന്നുമില്ല. ഇതിൻ്റെ മുന്നേ ഞാനും ഇക്കയും കൂടി അവിടെ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു, ആരുമില്ലാതെ. അപ്പോൾ എൻ്റെ ഫാമിലിയൊക്കെ ബാക്ക് വന്നപ്പോൾ അവരെ കൊണ്ടുപോയതാണ്. ഇത് കാണാൻ തന്നെ, ഫുഡ് കഴിച്ചില്ലെങ്കിലും അവിടെ ഒന്ന് പോയി കാണാൻ തന്നെ ഉള്ളൊരു സ്ഥലമാണ്. നമുക്കൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് തന്നെ എടുക്കാവുന്നൊരു സ്ഥലമാണ് ഈ ഒരു ഹോട്ടൽ. ഇതിൻ്റെ പേരൊന്നും മെനു കാർഡിൽ എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ഹസ്ബൻഡാണ് ഓർഡർ ചെയ്ത്. ഇതിൽ ചിക്കൻ ബർഗർ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, അത് നല്ല രസമുണ്ട്. പിന്നെ വേറൊന്ന് മഷ്റൂമിൻ്റെ ഒരു സാൻഡ്വിച്ച് ആയിരുന്നു, അതത്ര ആർക്കും ഇഷ്ടമായില്ല. ഞാനൊക്കെ കഴിച്ചിട്ട് ഉമ്മക്കും താത്തക്കും ഒന്നും ഇഷ്ടമായില്ല എന്ന് പറഞ്ഞ്. എനിക്കൊക്കെ ഇഷ്ടമായിന്. ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ട്രൈ ആക്കി നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോൻ്റെ ഇടയിൽ ചെറിയൊരു ചളിയൊക്കെ അടിക്കുന്നുണ്ട് താത്ത. ഞാൻ ഇതിൽ കട്ട് ചെയ്യാതെ വോയിസ് ഇടാം. ഗ്രൗണ്ട് ഫ്ലോറാണ്.